Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ജില്ലാതല യോഗം മലപ്പുറം റോസ് ലോഞ്ച് കൺവെൻഷൻ സെന്ററിൽ നടന്നു. കോട്ടക്കുന്നിൽ നടത്തിയ ഇന്ത്യ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം നടത്തിയത്. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിൽ നിരവധി തവണ നിവേദനങ്ങൾ നടത്തി, ഫലമുണ്ടായില്ല. പലതരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ നടന്നു, ജനങ്ങളുടെ ഇടപെടൽ നടന്നു, പ്രക്ഷോഭം നടന്നു. മന്ത്രിസഭയാകെ ജനപ്രതിനിധികളെല്ലാം കൂടി ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുകയുണ്ടായി. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കം പങ്കെടുക്കുന്ന, മുഖ്യമന്ത്രിമാരടക്കം എത്തിച്ചേർന്ന ഒരു പ്രതിഷേധ പരിപാടി. പക്ഷേ ഒന്നിനും അനുകൂല പ്രതികരണം കേന്ദ്ര ഗവൺമെന്റിനുണ്ടായി. അവസാനം നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി കേരളത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വാദം കേൾക്കേണ്ടതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോ ഒരു സംസ്ഥാനത്തിന് വലിയ തോതിൽ വിഷമം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിസ്സഹകരണം കാരണം നമുക്കുണ്ടായി എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാനം എടുക്കുന്ന കടമുണ്ട്. ആ കടത്തിൽ ന്യായമായ തോതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കടം അത് തടയുന്ന നിലയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. അതിൽ വെട്ടിക്കുറവ്, ന്യായമല്ലാത്ത ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ, ജില്ലയിലെ എംപിമാർ, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ വി ആർ വിനോദ്, സഹകരണ രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്തൃ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ, ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ, യുവജന വിദ്യാർത്ഥി പ്രതിനിധികൾ, കലാകായിക രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, വ്യാപാരി വ്യവസായി പ്രവാസി പ്രതിനിധികൾ തുടങ്ങിയവരുമായി ചടങ്ങിൽ മുഖ്യമന്ത്രി സംവദിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.